നീ നിന്റെ മക്കൾ ഇത്രയും ജീവിച്ചത് വായു ഭക്ഷിച്ചിട്ടാണോടി? നിന്നെയും പിള്ളേരെയും കണ്ട് ആരെങ്കിലും പറയോ നിങ്ങളുടെ പട്ടിണിയാണെന്ന്? എടി, ഞാൻ പോയാൽ നിനക്ക് കുറ്റപ്പെടുത്താനും പ്രാകാനും ഒരാളില്ലാതാവും. അത്രേ ഉള്ളൂ. നിനക്കും മക്കൾക്കും വേണ്ടത് മുടങ്ങാതെ ഇവിടെ എത്തിയിരിക്കും. ഈ ശേഖരനാ പറയുന്നേ. ഇത് എന്നോട് മാത്രം പറഞ്ഞ പോരാ, കൊടുക്കാനുള്ള കടക്കാരോടും കൂടി പറഞ്ഞിട്ട് പോണം. ഇല്ലെങ്കിലേ നാളെ മുതൽ കാശ് ചോദിച്ച് അവർ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അതല്ലേടി ഞാൻ പറഞ്ഞത്. ഒരു മാസം നീ എങ്ങനെയെങ്കിലും പിള്ളേരെ പോയി പിടിച്ചിരിക്കണമെന്ന്. അതിനുള്ള തണ്ടും തടിയൊക്കെ നിനക്കുണ്ടല്ലോ. ദേ മനുഷ്യ, ഓ മോനെ അവിടെ നിക്കേ. അതെ, ദേ ഇവനോട് കൊണ്ടുപോയിക്കോ. എന്റെ തണ്ടും തടിയും ഞാൻ എന്റെ ഈ 2 പിള്ളേർക്ക് വേണ്ടി പണയം വെച്ചോളാം. എന്നെ വെറുത്താലും നീ ഇവനെ വെറുക്കണ്ട സുശീലെ. നിന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് ഇവനാ. അമ്മയും നിന്റെ കൂടപ്പിറപ്പുകളെ ഇന്ദ്രനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കൊച്ചു പയ്യനാണെങ്കിലും കാര്യപ്രാപ്തി ഉള്ളവനാ ഇന്ദ്രൻ. മോനെ ഇന്ദ്ര, അച്ഛൻ തിരിച്ചു വരുന്നതുവരെ അമ്മയും നിന്റെ കൂടപ്പിറപ്പുകളെ നീ നോക്കണം. നോക്കില്ലേടാ? നോക്കാം. നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ശേഖരൻ പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നിരിക്കും.